ഹലോ, വീണാ സ്റ്റോറിന്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, മുഴുവൻ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഈ കൊല്ലം ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്നല്ലേ കണ്ടില്ലേ, ഈ കൊല്ലം നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കൂണാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു 4 കൂണുണ്ട്. കണ്ടില്ലേ, 2 3 4. ഇത് ചെറിയ പൊടിയാണ് കേട്ടോ, പൊടി കൂണാണ്. അപ്പം 4 കൂണ് കിട്ടിയിട്ടുണ്ട്. ഈ കൊല്ലത്തെ ആദ്യത്തെ 4 കൂണാണേ. അപ്പം ഞാൻ രാവിലെ ഇത് കിട്ടിയപ്പം വിചാരിച്ചു നമുക്ക് പിന്നെ ഉപ്പേരിയാക്കാം, ഉള്ളി മുറിച്ചിട്ടിട്ട് തേങ്ങയും പച്ചമുളകും ഇട്ട് ചെറിയൊരു ഉപ്പേരി പോലെ ആക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വിചാരിച്ചപ്പോൾ കുറച്ചുകൂടെ പിന്നെ നോക്കിയിട്ട് അച്ഛണ്ടാക്കല്ലമ്മ, അപ്പം ഒന്നും കൂടെ നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ എല്ലാം കൂടെ ആയിട്ട് വെക്കാമെന്ന്. അപ്പം അത് കഴിഞ്ഞിട്ട് അനിടം പറഞ്ഞു തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ വെക്കുവാണെങ്കിൽ വൈകുന്നേരത്തിൻ്റെ കൂടെ ആവുമല്ലോ എന്നിട്ട് അങ്ങനെ വെക്കാന്ന് പ്രതീക്ഷിച്ചു. ഇവനിപ്പം കൂണ് എടുക്കണം, അതിനാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം നമുക്ക് ഈ കൂണ് വറുത്തരച്ച് കറി വെക്കാം കേട്ടോ. നമുക്ക് ഇനി അത് കാണാം. നമുക്ക് ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. മണ്ണുണ്ടല്ലോ, മണ്ണില്ലാതെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് മേലെ സൈഡിൽ വെച്ച് കൊടുക്കട്ടാ. മണ്ണ് എന്നിട്ട് നീക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തെടുക്കാം. അപ്പം അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ പോവും, ക്ലീനും ആവും. നല്ല കഴുകുമ്പോഴേ അതിൽ മണ്ണ് കളർ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഇങ്ങനെ ആക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവും. ഇന്നലെ ഞാനിത് നോക്കുമ്പോഴേ ആദ്യം നോക്കുമ്പോൾ ചെറിയൊരു മുട്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം ഞാൻ ഇന്നലെ തന്നെ പറിച്ചു. നമ്മൾ കൂണ് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അടച്ചിട്ട് നല്ല വൃത്തിക്ക് ഇതുണ്ടോ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ഒരെണ്ണം, ഒരു ഉള്ളി, പിന്നെ കൂണ്, 3 പച്ചമുളക് കേട്ടോ. കൂടെ ചെറിയൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ലേശം പുളി, വെള്ളംപുളി ലേശം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ളത് കാരണം ഞാൻ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. ഗ്യാസ് സ്റ്റവ് കത്തിക്കുക. ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. വെള്ളം മറിച്ച് കളയട്ടെ. ചട്ടി നല്ല ചൂടായി വന്നിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. എനിക്ക് വെളിച്ചെണ്ണ തീർന്നു പോയി, ലേശമേ ഉള്ളൂ. അപ്പം ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ചട്ടി നല്ലപോലെ ചൂടായി വരട്ടെ. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. ഞാൻ ലേശം തേങ്ങ എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്, കൂടെ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ആദ്യം അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൂടെ നമുക്ക് ആവശ്യമുള്ള കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നല്ല കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കറിവേപ്പില ഇടാം. പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇട്ട് കൊടുക്കാം. തവളച്ചിയാ എന്തിന് തവളയാ? എങ്ങനെ? ടാബ്ലറ്റാ? മരുന്ന് മരുന്ന് മരുന്ന്
അപ്പോൾ ഇനി ഉള്ളി നല്ലോണം മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് വേഗം ഉള്ളി മൂത്ത് കിട്ടും കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. ഇനി നമുക്ക് തക്കാളിയും കൂണും കൂടി ഇട്ടെടുക്കാം കേട്ടോ. കൂണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുവാണ്, സെപ്പറേറ്റ് ഇടാൻ നിൽക്കുന്നില്ല. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോഴേക്കും അത് വെന്ത് വരട്ടെ. നമുക്ക് എടുത്തിട്ട് പുളി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്ക്. അതിന് നീരൊഴിക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി പുളി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതന്നെ ഒന്നും കൂടെ വെള്ളം ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ അരവിട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തത് കൊണ്ട് നമുക്ക് അവസാനം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലിട്ടാൽ മതി. അരവൊഴിച്ചു. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണോന്ന്. പുളിയുണ്ട് ഇല്ല. കൂടെ നമുക്ക് ഉരുളി വെച്ച് ഉരുളക്കിഴങ്ങിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ലേശം കൊണ്ട് വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ. അധികം ചാറില്ലാതെ നമുക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യാനുസരണം നമുക്ക് എടുക്കാം കേട്ടോ. ചാറ് വേണ്ടവർക്ക് ചാറായിട്ടും അല്ലാത്തവർക്ക് കുറുകിച്ചെടുക്കാം. ഉപ്പും പുളിയും എല്ലാം പാകമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അത് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇല്ലേ നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. നല്ല പുളിയും ഉപ്പൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ കൂടെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഒരു നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പാവും കേട്ടോ. ഒരു നുള്ളു വെളിച്ചെണ്ണ നമുക്ക് ആയില്ല. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ കേട്ടോ. ഓഫ് ചെയ്തു. ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ലേശത്തിന് മേലെ കറിവേപ്പില ഇങ്ങനെ ചെറുതായിട്ട് തൂക്കിക്കൊടുക്കാം. കൂടുതൽ വെക്കുമ്പം എൻ്റെ പുറകെ തന്നെ ചെക്കനുള്ളത് കേട്ടോ. മോനെ ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കുന്നു. കറിവേപ്പില തൂക്കിക്കൊടുക്കാം കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പം നമുക്ക് മോന് ചോറ് കൊടുക്കാം കേട്ടോ. അവന് കൂണുകറി വെച്ചത് മുതൽ അവനോട് ഇരിക്കപ്പുറതയില്ല. 5 മിനിറ്റ് ആവട്ടെ തന്നെ ക്ഷമയില്ല. നമുക്ക് മോന് വേണ്ട ചോറ് എടുത്തിട്ടുണ്ട്. നമുക്ക് കറി ഒഴിച്ച് കൊടുക്കാം.
കൊതടിക്കണ്ട. നമുക്ക് ചോറ് കൊടുക്കാട്ടോ. കണ്ടില്ലേ, നല്ല ചൂടുള്ള കൂണ് കറി കേട്ടോ. അടുത്ത പ്രാവശ്യം കൂണ് കിട്ടാൻ ഉപ്പേരിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് മറക്കാതെ കാണുക കേട്ടോ. സ്കിപ്പ് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. മോന് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാരി കൊടുക്കട്ടെ, അല്ലെങ്കിൽ കുഴച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാൽ ശരി, ബൈ കേട്ടോ. അവൻ വാരി തിന്നോളും. ചോറ് കുഴച്ചെടുക്കണം. അവന് എപ്പോഴുള്ളതാണത് കേട്ടോ. ചോറെടുത്തത് കുഴച്ച് കൊടുക്കാനുള്ളൊരിത് എപ്പോഴുള്ളതാണ്. എന്നാൽ ശരി, ബൈ.